എടുക്കാൻ പറ്റിയില്ല. സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ പോണത്. എന്നാലും വെറുതെ ഞങ്ങളെ കാണിക്കാൻ ഫാമിലി. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് മറൈൻ വേൾഡിൽ പോയതാണ്. ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ മറൈൻ വേൾഡ് വിസിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഞങ്ങൾ കസിൻസിനേറ്റും സിസ്റ്റേഴ്സിനൊക്കെ ആയിട്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഉമ്മമാനൊക്കെ ആയിട്ടൊന്ന് പോകാം. വിസിറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യണം. കാരണം അത്രക്കും കാണാനുണ്ട്. ലാർജസ്റ്റ് അക്വാറിയം ആയതുകൊണ്ട് തന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് ഫിഷസ് ആണുള്ളത്. അതും കുറേ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ കൂടെ കയറിയപ്പോൾ തന്നെ അവർ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിനും ടച്ച് ചെയ്യരുത്, ഫ്ലാഷ് ഓൺ ചെയ്യരുത്. ഞങ്ങളാണെങ്കിൽ ഓരോ ഫിഷിന്റെ നെയിമും ഡീറ്റെയിൽസ് ഒക്കെ മെല്ലെ മെല്ലെ നോക്കി അതിനൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ഭാഗത്തേക്കും പോയിരുന്നത്. നമ്മൾ കണ്ടിട്ട് പോലില്ലാത്ത കുറേ ഫിഷുകളുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു എക്സൈറ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഇവർ ഓരോ ഫിഷിനെയും സെറ്റ് ചെയ്തിട്ടുള്ളത് അത്ര യുണീക്ക് ആയിട്ടായിരുന്നു. ആൻഡ് ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. ഇവിടെ നമ്മൾ കയറുമ്പോൾ ആദ്യം തന്നെ ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് കയറാൻ പറഞ്ഞു. നമ്മൾ കയറിയിട്ട് പിന്നെ താഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ ഫിഷ് ഉണ്ട്. അത് പേര് പോലും ഞങ്ങൾക്ക് അറിയില്ല. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു നിങ്ങൾക്ക് സ്പാ വേണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. അത് കേട്ടേക്ക് ഞങ്ങൾ ഓടിപ്പോയി അവിടെ ഇരുന്ന എല്ലാവരും കൂടി. ആൻഡ് ഇവിടെ ഇരുന്നപ്പോൾ സമയം പോയത് തന്നെ അറിഞ്ഞില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നില്ല. ആ കുഞ്ഞു കുഞ്ഞു മീനുകളും ഞങ്ങൾ കാൽമ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയും കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്നാലും ഫോട്ടോസ് മസ്റ്റ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ നിന്ന്. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നല്ലോ. അവിടെ ഒരാൾ കയറുന്ന കണ്ടിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് തന്നെ. പിന്നെ ഞങ്ങൾ അത് മാറി മാറി കയറലായി. പിന്നെ എല്ലാവരും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. വിചാരിക്കുന്നത് കഴിഞ്ഞു, പക്ഷെ ഇത് കഴിയില്ല ഗൈസ്, അത്ര കൊണ്ട് കാണാൻ. ഇവിടെ പിന്നെ നൈസായിട്ട് ഫോട്ടോ സെഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. നിങ്ങൾ ഷാർക്കിന്റെ വായിക്കൂടെ വന്നിട്ടുണ്ടോ? ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇത് നേരെ അടുത്ത സ്ഥലത്തേക്ക്. ഇതൊരു ഫോറസ്റ്റ് തീമാണ്. ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്നതിന്റെ താഴെ കുറേ ഫിഷ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങണമായിരുന്നു. പിന്നെ ആൾക്ക് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഭാഗം മിസ്സായി പോയി. പിന്നെ അത് ഈ ഫിഷ്, അതിന്റെ പേര് എനിക്ക് ഓർമ്മല്ല. ഇത് സ്റ്റോൺ ഫിഷ്. കണ്ടാൽ മനസ്സിലാവണോട് കുഴപ്പമില്ല. ശരിക്കും കല്ല് പോലെ ഉണ്ട്. ഇതിന്റെ കണ്ണ് എവിടെ കണ്ടുപിടിക്കില്ലായിരുന്നു എല്ലാവരുടെ പണി. പിന്നെ ഇത് ഷാർക്ക്. 3 ഷാർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇത് ഏറ്റവും ചെറുതാണ്. അമ്മമാക്ക് പിന്നെ ഓരോ ഫിഷിന്റെ ഡീറ്റെയിൽസും പേരും ഒക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. പിന്നെ കുറച്ചു നേരം എല്ലാവരും അവിടെ അങ്ങനെ നോക്കി നിന്ന്. എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ അടിപൊളിയായിരുന്നു. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ടണൽ. ഇതുവരെയുള്ള എല്ലാ ഭാഗവും കണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു അടിപൊളിയായിരുന്നു. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ മുകളിൽ കൂടെ ഈ ഫിഷൊക്കെ പോകണ കാണുമ്പോൾ നല്ല രസമായിരുന്നു. ഓരോ ഫിഷും ഇങ്ങനെ മേലക്കൂടെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. അതിങ്ങനെ മേലക്കൂടെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ആ വലിയ ഫിഷിനെ ഞങ്ങൾ തീരെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. തീരെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ആണ് ഒന്ന് അടുത്തേക്ക് വന്നത്. അപ്പം തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഈ ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു മസ്റ്റ് ആണല്ലോ. കണ്ട അമ്മമ്മക്ക് കറക്റ്റ് പോസ് ചെയ്തു. ഈ ഒരു ഏരിയ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ പുറത്തേക്കുള്ള എക്സിറ്റ് എത്തിണ്ടായിരുന്നു. ഇതാണ് നമ്മളെ എക്സിറ്റ്. ഇവിടെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നോക്കുമ്പോ ഫിഷിനെ ഫീഡ് ചെയ്യണ സ്ഥലം ഉണ്ടായിരുന്നു. കൈ വെച്ചിട്ട് തുറക്ക്. അങ്ങനെയല്ല, നല്ല ഉപ്പിലിട്ട് തിന്നു. ഒന്നും എടുത്തില്ല, വീഡിയോ എടുത്തില്ല. ഉപ്പിലിട്ടത് കണ്ട് ചാടി. നമ്മൾ ഫാമിലീസിനേറ്റൊക്കെ വരാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ്. എൻ്റെ ബെസ്റ്റ് പാർട്ട് ഇവിടുന്ന് നേരെ പോയ ബീച്ചാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് എൻഡ് ചെയ്തത്. ഗൈസ്, നമ്മൾ ബീച്ചിൽ പോയിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞു. പെരടിയും തണ്ടലും വേദനിച്ച ഒരാളാണ്. ഏതാ പെരടി? കാണിച്ചു കൊടുത്ത പെരടി ഏതാ? പെരടി അതാ, പെരടി കണ്ടല്ലോ എന്നൊക്കെ. അപ്പം നമ്മളെ മറൈൻ വേൾഡ് വ്ളോഗ് ഇസ് ഡൺ. നമ്മൾ വീട്ടിൽ പോവാണ്. See you guys with another vlog.